നമസ്തേ, ഞാൻ ശിവകുമാർ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. 2021-22 അക്കാഡമിക് ഇയറിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ MBBSൻ്റെയും BDSൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും എഞ്ചിനീയറിങ്ങിൻ്റെ വിവിധ BTech പ്രോഗ്രാമുകളുടെയും BPharmൻ്റെ കോളേജുകളുടെയും ആർക്കിടെക്ചറിൻ്റെ കോളേജുകളുടെയും ഈ അധ്യയന വർഷത്തിലോട്ടുള്ള അഡ്മിഷന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും. കീം 2021 ആപ്ലിക്കേഷൻ പ്രോസസ്സ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നു. കീം 2021 എന്ന കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിലവിലുള്ള ലോക്ക്ഡൗൺ സാഹചര്യം മാറിയാൽ ഉടൻ ജൂൺ 1-ാം തീയതിയോടുകൂടി തന്നെ കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചിതമുള്ള ce.kerala.gov.in. 4 പ്രോഗ്രാമുകൾക്കാണ് ഈ കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. എഞ്ചിനീയറിങ്, മെഡിക്കല്, BPharm, ആർക്കിടെക്ചർ. രാവിലെ പേപ്പർ 1ഉം ഉച്ച കഴിഞ്ഞിട്ട് പേപ്പർ 2ഉം എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും. മെഡിക്കലിന് നീറ്റായിരിക്കും എക്സാം ആഗസ്റ്റ് 1-ാം തീയതി. അതിന് nda.nic.in എന്ന വെബ്സൈറ്റിലും കൂടി അപ്ലൈ ചെയ്യണം. അതോടൊപ്പം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായും ഈ ce.kerala.gov.in കീം 2021 അപ്ലൈ ചെയ്യണം. എൻട്രൻസ് നീറ്റ് ആണെന്ന് മാത്രം. 3ാമത്തെ BPharmന് വേണ്ടിയുള്ള എൻട്രൻസും ജൂലൈ 24-ാം തീയതി രാവിലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആർക്കിടെക്ചറിന് neta.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് നേറ്റയുടെ 2ാമത്തെ എക്സാം ജൂലൈ 11-ാം തീയതിയാണ്. പക്ഷേ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 4 പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായും കീം 2021 അപ്ലൈ ചെയ്തിരിക്കണം. എഞ്ചിനീയറിംഗിൻ്റെയും BPharmൻ്റെയും എൻട്രൻസിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ കീം 2021 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കീം 2021 നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ 84ഓളം വിവിധ സമുദായങ്ങൾ OBC വിഭാഗത്തിൽ പെടുന്നു. ഈ സമുദായത്തിന്റെ സംവരണം കിട്ടുവാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ് കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കീം 2021 ഓൺലൈൻ്റെ പോർട്ടലിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയോ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാം. ആ സർട്ടിഫിക്കറ്റ് OBC റിസർവേഷൻ കിട്ടുവാൻ വേണ്ടി ഈഴവ, മുസ്ലിം, ധീവര, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ബാക്ക്വേർഡ് ഹിന്ദു ഇങ്ങനെയുള്ള വിവിധ സംവരണം കിട്ടേണ്ടവർ നിർബന്ധമായും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും അപ്ലോഡ് ചെയ്യണം. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവരും ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവരും SC/ST വിഭാഗങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ കേരള 2021 പ്രോസ്പെക്ടസിൽ നിന്നും നിശ്ചിത ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് താലൂക്ക് ഓഫീസിൽ നിന്നും എഴുതി മേടിച്ചും അപ്ലോഡ് ചെയ്യാം. OBC വിഭാഗത്തിൽ വരാത്ത OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സമുദായ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഓൺലൈനായിട്ട് കിട്ടുന്ന ഫോർമാറ്റോ അല്ലെങ്കിൽ നിശ്ചിത ഫോർമാറ്റിൽ എഴുതി മേടിച്ചോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കേരള എൻട്രൻസിന് അപ്ലൈ ചെയ്യുമ്പം കീം 2021 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പഠിക്കുന്ന കാലയളവിൽ വരുമാനം സംബന്ധിച്ച് സ്കോളർഷിപ്പ് കിട്ടേണ്ട എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ OBC വിഭാഗത്തിലെ 30ഓളം സമുദായങ്ങളെ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കാണ് ഈ റിസർവേഷൻ കിട്ടുന്നത്. അവർക്ക് ഗവൺമെന്റ് കോളേജുകളിലോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ എഞ്ചിനീയറിംഗിന്റെയോ മെഡിക്കലിന്റെയോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ യാതൊരുവിധ ഫീസും ഇല്ലാതെ പഠിക്കാം. SC/ST വിഭാഗത്തിനും അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ഇല്ലല്ലോ. അതുപോലെ തന്നെ
OBCയിലെ 30ഓളം സമുദായങ്ങൾക്ക് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. മിശ്ര വിവാഹിതരുടെ മക്കൾക്ക് അവർക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ജാതിയിൽ ഏത് ജാതിക്കാണ് കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് അത് കീം 2021 വഴി അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. അച്ഛൻ ജനറൽ വിഭാഗത്തിലും അമ്മ OBC വിഭാഗത്തിലുമാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ നമുക്ക് OBC റിസർവേഷൻ കിട്ടും. ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ SC ST വിഭാഗത്തിൽ ആരെങ്കിലും ഒരാൾ പെട്ടാൽ തന്നെ നമുക്ക് ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാം. അതിനുവേണ്ടി OBC സംവരണം കിട്ടുവാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. പേരൻസിൽ ആരെങ്കിലും ഒരാൾ SCO STU വിഭാഗമുള്ളവരാണ് എങ്കിൽ മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ്, ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നുള്ളത് വേണം അപ്ലോഡ് ചെയ്യുവാൻ. കീം 2021 അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ട 2 സർട്ടിഫിക്കറ്റ്, ഒന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, പ്ലേസ് ഓഫ് ബർത്ത് എന്നൊരു ലൈനും അതിനകത്ത് കേരളത്തിലെ ഒരു സ്ഥലവും കാണിക്കുന്ന രേഖ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ 10ാം ക്ലാസ്സിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യാം. കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക് പാസ്പോർട്ടിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യാം. കുട്ടി കേരളത്തിലല്ല ജനിച്ചത്, അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചതെങ്കിൽ അവരുടെ കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിന്റെ കോപ്പിയോ പാസ്പോർട്ടിന്റെ കോപ്പിയോ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതിന് കുട്ടിയുടെ 10ാം ക്ലാസ്സിന്റെ കോപ്പിയോ പാസ്പോർട്ടോ കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്താലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല, നമ്മൾ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചവരാണ് എങ്കിലും നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. കേരളയുടെ കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിൽ ഓൾറെഡി തന്നെ നിശ്ചിത ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഈ ഫോർമാറ്റ് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കാതെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് +2 പ്രിൻസിപ്പളുടെ നിന്നും ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് അപ്ലോഡ് ചെയ്താലും കേരള നേറ്റിവിറ്റി കിട്ടും. അവർക്ക് സാമുദായിക സംവരണം കിട്ടുകയില്ല എന്ന് മാത്രം. ഈ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. യാതൊരുവിധ സാമുദായിക സംവരണവും കിട്ടാത്ത ജനറൽ വിഭാഗത്തിന്, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ റിസർവേഷൻ കിട്ടാത്ത വിഭാഗത്തിന് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന EWS എന്ന വിഭാഗത്തിൽ 10% സീറ്റ് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിസർവേഷൻ കിട്ടുന്നതിനും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വില്ലേജ് ഓഫീസർ ആയിരിക്കണം സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടത്. കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിൽ EWSന്റെ ഗവൺമെന്റ് ഓർഡറും നമുക്ക് EW സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ആവശ്യമായി വില്ലേജ് ഓഫീസിൽ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമും അതോടൊപ്പം EWS സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റും വെബ്സൈറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്നും മേടിച്ചു വേണം നമ്മൾ 2021 അപ്ലോഡ് ചെയ്യുവാൻ. BPL വിഭാഗത്തിന് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റും അല്ലാത്ത വിഭാഗത്തിന് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റും EWS കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി ഉടൻ തന്നെ മേടിച്ച് വെക്കേണ്ടതാണ്. അടുത്ത ആഴ്ച തുടങ്ങുന്ന കീം 2021 ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലെ കോളേജുകൾക്ക് ന്യൂനപക്ഷ കോളേജുകളിൽ 35% കുട്ടികൾക്ക് ന്യൂനപക്ഷ സംവരണ സീറ്റുണ്ട്. ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, അമല, ബിലീവേഴ്സ്, സോമർവെല്ല്, മൗണ്ട് സിയോൺ പോലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് 35% സംവരണമുണ്ട്. ഇതിനുവേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സാമുദായിക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത മുസ്ലിം വിഭാഗത്തിന് ഈ ന്യൂനപക്ഷ സീറ്റ് ഓൾറെഡി കിട്ടും. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത മുസ്ലിം വിഭാഗങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സമുദായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ന്യൂനപക്ഷ സീറ്റുകൾ കിട്ടുവാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ കീം 2021 അപ്ലൈ ചെയ്യേണ്ട എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫുമാണ്. വരുമാനം സംബന്ധിച്ച് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. OEC എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ന വിഭാഗത്തിൽ അനക്ഷർ 10A പ്രകാരമുള്ള സമുദായങ്ങൾ
6 ലക്ഷത്തിൽ താഴെ വരുമാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം എന്നുള്ള വിഭാഗക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. OBC റിസർവേഷൻ കിട്ടുവാൻ നോൺ ക്രിമിലെയർ വില്ലേജ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടവർ അപ്ലോഡ് ചെയ്യണം. SC ST വിഭാഗങ്ങൾ തഹസീൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. മിശ്ര വിവാഹിതരായ പേരൻസിന്റെ മക്കൾക്ക് അവർക്ക് റിസർവേഷൻ കൂടുതൽ കിട്ടുന്ന ജാതി ക്ലെയിം ചെയ്യുവാൻ വേണ്ടി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ യാതൊരുവിധ റിസർവേഷൻ കിട്ടാത്ത എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നവരും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ന്യൂനപക്ഷ സീറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സമുദായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ മെഡിക്കൽ വിഭാഗത്തിന് സെൽഫ് ഫിനാൻസിങ് 19 കോളേജുകളിൽ NRI സീറ്റുകളുണ്ട്. ഇപ്പോൾ തന്നെ കീം 2021 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ BDSന്റെ കോളേജുകളിൽ ഒക്കെ NRI സീറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിവിധ സർട്ടിഫിക്കറ്റുകൾ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ആണെന്നുള്ളത് കേരളയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ജനറൽ സീറ്റോ സെൽഫ് ഫിനാൻസിങ്ങിന്റെ മെറിറ്റ് സീറ്റോ കിട്ടാതിരിക്കുകയില്ല. അതുകൂടാതെ നമുക്ക് NRI സീറ്റിനും കൂടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള കൂടുതൽ ഗുണം മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ നമുക്കുണ്ടാവുകയുള്ളൂ. കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ലോക്ക്ഡൌൺ സാഹചര്യങ്ങൾ മാറിയാൽ ഉടൻ തന്നെ ജൂൺ ആദ്യത്തെ ആഴ്ച തന്നെ ആരംഭിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ ആരംഭിക്കുന്ന മുറയ്ക്ക് അതിന്റെ വിവിധ സ്റ്റെപ്പുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിവിധ വീഡിയോകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.